സ്നേഹം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ ആ വാക്കുകൾക്ക് പിന്നിൽ എത്ര സത്യമുണ്ട്? ഒരു ചെറിയ കഥ പറയാം. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. എന്നാൽ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അവർ ടെൻഷനിലാണെന്ന് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ഫോൺ നോക്കിയിരിക്കുമോ? അതോ അവരുടെ അടുത്ത് ചെന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമോ? ഇതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ടെസ്റ്റ്. വാക്കുകളിലല്ല, പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് സ്നേഹം തെളിയുന്നത്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്സിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യും. സ്നേഹം എന്നതൊരു ഫീലിംഗ് മാത്രമല്ല, അതൊരു ചോയ്സാണ്, ഒരു ആക്ഷനാണ്. എല്ലാം സ്മൂത്തായി പോകുമ്പോൾ സ്നേഹിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? അപ്പോഴാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഡെപ്ത് തെളിയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട് ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്തു. അവർ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല എങ്ങനെ ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞ് ലെക്ചർ കൊടുക്കുമോ? അതോ അവരുടെ കൂടെ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമോ? ഇവിടെയാണ് റിയൽ ലവും കണ്ടീഷണൽ ലവും തമ്മിലുള്ള വ്യത്യാസം. കണ്ടീഷണൽ ലവ് പറയുന്നു, നീ എന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കും. റിയൽ ലവ് പറയുന്നു, നിന്റെ വേഴ്സ്റ്റ് മൊമെന്റ്സിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ നമ്മൾ കാണിക്കുന്ന ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്നേഹം ജെനുവനാണോ എന്നയോ എന്ന്. ആരെങ്കിലും സങ്കടത്തിലായിരിക്കുമ്പോൾ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ? അതോ അവരുടെ അടുത്ത് ചെന്ന് കംഫേർട്ട് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഫെയിലിയർ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ? അതോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ മാത്രമല്ല, ഫാമിലി റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ അമ്മ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? നിങ്ങളുടെ സിബ്ലിംഗ് ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സൈക്കോളജി ഉണ്ട്. പ്രതിസന്ധികളിൽ നമ്മുടെ ട്രൂ നേച്ചർ പുറത്തുവരുന്നു. നമ്മുടെ പേഷ്യൻസ്, എംപതി, അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം ടെസ്റ്റാകുന്നു. ഈ സമയത്ത് നമ്മൾ കാണിക്കുന്ന ബിഹേവിയറാണ് നമ്മുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹം എന്നത് എപ്പോഴും സ്വീറ്റ് വേർഡ്സ് പറയുക, ഗിഫ്റ്റ്സ് കൊടുക്കുക, റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് ചെയ്യുക, ഇതൊക്കെയാണെന്ന്. ഇത് സ്നേഹത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. റിയൽ ലവ് എന്നത് ഡിഫിക്കൽട്ട് കോൺവേഴ്സേഷൻസ് നേരിടുക, അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് പറയുക, ടഫ് ടൈംസിൽ കൂടെ നിൽക്കുക, ഇതൊക്കെയാണ്. ഒരു വ്യക്തി ഡിപ്രഷനിലായിരിക്കുമ്പോൾ അവരോട് പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് സ്നേഹമല്ല. അവരുടെ ഫീലിംഗ്സ് വാലിഡേറ്റ് ചെയ്ത് അവരുടെ കൂടെ ഇരിക്കുന്നതാണ് സ്നേഹം. ആരെങ്കിലും ഫെയിലിയർ ഫേസ് ചെയ്യുമ്പോൾ അവരോടെല്ലാം ശരിയാകും എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഡിസപ്പോയിന്റ്മെന്റ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്നേഹം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ലവ് സ്റ്റോറീസ് എല്ലാം പെർഫെക്റ്റ് മൊമെന്റ്സിന്റെ ഹൈലൈറ്റ് റീലാണ്. റിയൽ ലൈഫിൽ സ്നേഹം എന്നത് മെസ്സിയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, ചാലഞ്ചിങ് ആണ്. അതിനാൽ നമ്മൾ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വെക്കരുത്. പ്രതിസന്ധികളിൽ സ്നേഹം കാണിക്കുന്നത് എങ്ങനെ? ആദ്യം പേഷ്യൻസ് കാണിക്കുക. ആരെങ്കിലും ഡിഫിക്കൽട്ട് ഫേസിലായിരിക്കുമ്പോൾ അവർ ഇറിറ്റബിൾ ആയിരിക്കാം, മൂഡിയായിരിക്കാം. ഈ സമയത്ത് നമ്മൾ ഡിഫെൻസീവ് ആകാതെ അണ്ടർസ്റ്റാൻഡിംഗ് കാണിക്കണം. രണ്ടാമത്, ആക്റ്റീവ് ലിസണിംഗ് പ്രാക്ടീസ് ചെയ്യുക. അവർ പറയുന്നത് കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാൻ റഷ് ചെയ്യാതെ ആദ്യം അവരുടെ ഇമോഷൻസ് അക്നോളജ് ചെയ്യുക. മൂന്നാമത്, കൺസിസ്റ്റന്റ് ആയിരിക്കുക. ഒരു ദിവസം സപ്പോർട്ട് ചെയ്ത് അടുത്ത ദിവസം ഇഗ്നോർ ചെയ്യരുത്. റിലയബിലിറ്റിയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. നാലാമത്, ജഡ്ജ്മെന്റ് ഇല്ലാതെ ഇരിക്കുക. അവർ ചെയ്ത മിസ്റ്റേക്സിനെ കുറിച്ച് ലെക്ചർ കൊടുക്കാതെ അവരെ സപ്പോർട്ട് ചെയ്യുക. അഞ്ചാമത്, പ്രാക്ടിക്കൽ ഹെൽപ്പ് ഓഫർ ചെയ്യുക. വെറും വേർഡ്സ് മാത്രമല്ല, ആക്ച്വൽ ആക്ഷൻസ് ത്രൂ സ്നേഹം കാണിക്കുക. ഇതിന്റെ ഓപ്പോസിറ്റായി നമ്മൾ എന്തൊക്കെ ചെയ്യരുത്? പ്രതിസന്ധികളിൽ ഡിസപ്പിയർ ആകരുത്. ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യരുത്. അവരുടെ പ്രോബ്ലംസ് മിനിമൈസ് ചെയ്യരുത്. അത് വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയരുത്. ഇവിടെ ഒരു കോമൺ മിത്തുണ്ട്, സ്നേഹം എന്നത് നാച്ചുറലായി വരുന്ന ഒരു ഫീലിംഗ് ആണെന്ന്. ആക്ച്വലി സ്നേഹം ഒരു സ്കില്ലാണ്. അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാവുന്ന ഒന്നാണ്. എംപതി, പേഷ്യൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഇതൊക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. അനദർ മിത്ത്, സ്നേഹം എന്നത് സാക്രിഫൈസ് ആണെന്ന്. ആക്ച്വലി ഹെൽത്തി ലവ് എന്നത് മ്യൂച്വൽ റെസ്പെക്റ്റും സപ്പോർട്ടുമാണ്. ഒരാൾ മാത്രം സാക്രിഫൈസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് സസ്റ്റൈനബിൾ അല്ല. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ? വർക്ക് പ്ലേസിൽ ഒരു കൊളീഗ് സ്ട്രെസ്സിലായിരിക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ഫാമിലിയിൽ ആരെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക. ഫ്രണ്ട്സ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസിലായിരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇത് റെസിപ്രോക്കൽ ആയിരിക്കണമെന്നില്ല. നമ്മൾ സ്നേഹം കാണിക്കുന്നത് റിട്ടേൺ എക്സ്പെക്ട് ചെയ്തല്ല, അത് നമ്മുടെ ക്യാരക്ടറിന്റെ പാർട്ടായിരിക്കണം. ലോങ് ടേമിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ? ആദ്യം, ഡീപ്പർ റിലേഷൻഷിപ്സ് ഫോം ആകും. സർഫസ് ലെവൽ കണക്ഷൻസ് അല്ല, മീനിങ്ഫുൾ ബോണ്ട്സ് ക്രിയേറ്റ് ആകും. രണ്ടാമത്, ട്രസ്റ്റ് ബിൽഡ് ആകും. മൂന്നാമത്,
നമ്മുടെ ഓൺ ഇമോഷണൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ആകും. ഇത് ഈസിയല്ല. പ്രതിസന്ധികളിൽ സ്നേഹം കാണിക്കുന്നത് ചാലഞ്ചിങ് ആണ്. നമുക്കും സ്ട്രെസ് ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. പക്ഷേ ഇതാണ് ഗ്രോത്തിന്റെ ഓപ്പർച്യൂണിറ്റി. സ്നേഹം വാക്കുകളിലല്ല, പ്രതിസന്ധികളിലെ നമ്മുടെ പെരുമാറ്റത്തിലാണ് തെളിയുന്നത്. അടുത്ത തവണ ആരെങ്കിലും ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്കൂ. അതിലാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ യഥാർത്ഥ മെഷർ.